വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ഇന്നിപ്പോ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഒന്ന്, ഇതിൽ എത്ര പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്, അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാം എത്ര പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നതും. രണ്ടാമത്തത്, ഈ ഒരു 90 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് എന്താ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആയിട്ട് ഉണ്ടാവുക. അപ്പോ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ട് എന്തൊരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ. അപ്പൊ ഇതിലിപ്പോ നമുക്ക് ജസ്റ്റ് പറയാം, സിലബസ് എന്താ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോ എനിവേ, അപ്പം എല്ലാവരും എന്താ സീറോന്ന് പറഞ്ഞിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം അല്ലെ. സീറോന്ന് തന്നെ എന്താ സ്റ്റാർട്ട് ചെയ്യണം. എല്ലാവരും എന്താ സീറോന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇതുവരെ പഠിച്ചവരും ഇനിയിപ്പം പഠിക്കാൻ വേണ്ടി പോകുന്നവരും, അപ്പൊ എല്ലാവർക്കും എന്താ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ് ഉള്ളത്. അപ്പം ഇനിയുള്ള 90 ദിവസം നിങ്ങൾ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, അതിന് ബേസ് ചെയ്തിട്ടായിരിക്കും എന്താ റിസൾട്ട് ഉണ്ടാവുക. അപ്പൊ ഇതിലിപ്പോ 38,985 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. 38,985 പേര്. അപ്പൊ എന്റെ ഒരു കണക്കൂട്ടൽ പ്രകാരം ഇതില് സിലബസ് അടക്കം ചേഞ്ച് ആക്കിയതുകൊണ്ട് ഏകദേശം 25,000-ഓളം ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, കൺഫർമേഷൻ കൊടുക്കുന്നുണ്ടാവുള്ളൂ. ഓക്കെ. അപ്പൊ 25,000 ആൾക്കാർ അല്ലെങ്കിൽ 20,000-നും 25,000-നും ഉള്ള ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, കൺഫർമേഷൻ കൊടുക്കുന്നുണ്ടാവുള്ളൂ. അതിന്റെ ഒരു കാഴ്ചപ്പാടാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തന്നെ അതിലാകെ എത്ര, ഒരു 5,000 ആൾക്കാര് അല്ലെങ്കിൽ ഒരു 6,000 ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുള്ളൂ. മേ ബി അതിലും താഴെ ഒരു 2,000 അല്ലെങ്കിൽ 3,000 ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പൊ അവിടെ ആയിരിക്കും എന്താ കോമ്പറ്റീഷൻ ലെവൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത്രയും വലിയ നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത്രയ്ക്കും വലിയ കോമ്പറ്റീഷൻ ആണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഓക്കെ. 38,000-ന്ന് ഞാൻ പറഞ്ഞ 20,000-നും 25,000-നും ഇടയിലായിരിക്കും കൺഫർമേഷൻ പോകുന്നുണ്ടാവുക. പിന്നെ എന്തായാലും എഫക്റ്റീവ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ 5,000 4,000 ആ ഒരു റേഞ്ചിലായിരിക്കും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പൊ ഇതാണ് ഒരു ആദ്യമായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ രീതിയിൽ പറയാനുള്ളത്. ഓക്കെ. ഇനിയിപ്പോ നമ്മുടെ ഒരു സ്ട്രാറ്റജിയിലേക്ക് വരുമ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും എന്ത് ചെയ്യുന്നത്, സീറോ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. എല്ലാവരും സീറോ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു സിലബസ് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങളുടെ വാളിൽ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഈസി അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധ്യത പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവാൻ സാധ്യതയുള്ള കാര്യം ഏതാണെന്ന് എല്ലാവരും നോക്കുക. അതേപോലെ എന്താ ഇതിന്റെ ഒക്കെ മെറ്റീരിയൽസ് എന്താ നിങ്ങൾ കളക്ട് ചെയ്യാണ്ട് പറ്റുമെങ്കിൽ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഓൺലൈൻ ഏതെങ്കിലും കോച്ചിങ് സെന്റേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യുക. ഓക്കെ. അപ്പൊ ഇതിലിപ്പം എനിക്ക് പറയാനുള്ള സജഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിലിപ്പോ നിങ്ങൾ നോക്കുവാണെങ്കിൽ മുന്നത്തെ സിലബസിൽ ഉണ്ടായ ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സെമി കണ്ടക്ടേഴ്സ് ആണ്. ഈ സെമി കണ്ടക്ടേഴ്സ് എന്താ, മുന്നത്തെ ബേസിക് ഇലക്ട്രോണിക്സിന്റെ പോർഷൻസിൽ സെമി കണ്ടക്ടേഴ്സ് ഉണ്ടായിരുന്നു. അത് അതേപോലെ അവിടെ ഉണ്ട്. ഓക്കെ. അത് അവിടെ അതേപോലെ ഉണ്ട്. പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇതിപ്പോഴെന്താ സിലബസ് ഒക്കെ ആകെ മാറി മലക്കം മറിഞ്ഞിട്ടാന്നുള്ളത്. അപ്പോഴെന്താ ഇതൊരു ഭയങ്കര ടൈറ്റ് എക്സാമോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല. ഓക്കെ. ഞാൻ എന്റെ ഒരു കാഴ്ചപ്പാടാണ് പറയുന്നത്. അധികം ടൈറ്റ് എക്സാം ഒന്നും ആവാൻ സാധ്യതയില്ല. കമ്പാരിറ്റീവ്ലി എന്താ ഈസി എക്സാം ആയിരിക്കും ഉണ്ടാവുക കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ. ഓക്കെ. ഇതിലിപ്പോ നോക്കുമ്പോൾ മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ അധികം നല്ലോണം ഡെപ്തിലുണ്ട്. അതേപോലെ ഓക്കെ, അതെ, മാനേജ്മെന്റ് കാര്യങ്ങൾ അധികം ഡെപ്തിലുണ്ട്. കെമിസ്ട്രി ഒക്കെ എന്താ അത്യാവശ്യം ഡെപ്തിൽ തന്നെയുണ്ട്. എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ആണെങ്കിലും മാനേജ്മെന്റ് കാര്യങ്ങളാണെങ്കിൽ. അപ്പോ അധികം ഡെപ്തിൽ ഉണ്ടെന്നുണ്ടെങ്കിലും അധികം ആഴത്തുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെച്ചാൽ സിലബസ് അടിപൊളി മാറി, സ്വാഭാവികമായിട്ടും ഇത് അധികം നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എങ്ങനെ എവിടുന്ന് തുടങ്ങാന്ന് വെച്ച് കഴിഞ്ഞാല്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്റെ ഒരു സജഷൻ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ എന്താ ഓൾറെഡി നിങ്ങൾ പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇവിടെ ഈ ഒരു സെമി കണ്ടക്ടേഴ്സിന്റെ പഠിച്ചു തുടങ്ങിയ എന്താ അതിന്റെ കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ സൂപ്പർ കണ്ടക്ടേഴ്സ് കാര്യങ്ങൾ ഫിസിക്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ ലീനിയർ ആൾജിബ്ര തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം മാത്സ്. കാരണം എന്താ വെച്ചാല് എഞ്ചിനീയറിംഗ് മാത്സ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ ആർക്കാണെങ്കിലും സിവിലും മെക്ക് എല്ലാവരും എന്താ പഠിച്ച സാധനം തന്നെയാണ് എഞ്ചിനീയറിംഗ് മാത്സ് അല്ലെ. അതിൽ ആ മെട്രിക്സിന്റെ ഒക്കെ റാങ്ക് കാര്യങ്ങൾ അതൊക്കെ എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അതൊക്കെ അതിൽ നിന്നൊക്കെ എന്താ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയ ഏരിയാസ് ആണ് അല്ലെ. അപ്പൊ എന്താ നിങ്ങൾ മാത്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 40 മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ട് ഇവിടെ. ഓക്കെ. 40 മാർക്കിന്റെ വെയിറ്റേജ് അവിടെ ഉണ്ട്.
അപ്പോ കമ്പാരിറ്റീവ്ലി മാത്സിന്റെ പഴയ ബിടെക്കിന്റെ നോട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നോക്കാം. അതല്ലെങ്കിൽ ഓൺലൈൻ ഇഷ്ടംപോലെ സോഴ്സസ് ഉണ്ട്. ഇപ്പം ബിടെക് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ബിടെക്കിന്റെ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ ഇഷ്ടം പോലെ കിട്ടും. മാത്സിന്റെ മെറ്റീരിയൽസ് ഒക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ അതിൽ എന്താ ഈ കാൽക്കുലസ് ആണെങ്കിലും ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിലും പ്രോബബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിലും പ്രോബബിലിറ്റിനൊക്കെ എന്താ ഈസി മെത്തേഡ്സ് ഉണ്ടല്ലേ, ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണെന്നുണ്ടെങ്കിലും അപ്പൊ എന്താ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഗേറ്റിനൊക്കെ എന്താ ഈ ഒരു ഗേറ്റിനൊക്കെ സിലബസ് ഏകദേശം ഇതേപോലെ തന്നെയാണ് വരുന്നുണ്ടാവുക. അപ്പോ അല്ലെങ്കിൽ ഗേറ്റ് മെറ്റീരിയൽസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാലും വരുന്നുണ്ടാവും. പക്ഷെ ഗേറ്റിന് കുറച്ച് ലെവൽ കൂടി ഓപ്ഷൻസ് ആയിരിക്കും. പക്ഷെ ഇത് പി എസ് സിക്ക് അത്ര ലെവൽ കൂടി ഓപ്ഷൻസ് ഒന്നും നോക്കേണ്ടി വരില്ല. അപ്പൊ പറ്റുവാണെങ്കിൽ എന്താ മാത്സിന് 40 മാർക്ക് വെയിറ്റേജ് ഉള്ളത് കൊണ്ട് നിങ്ങൾ എന്താ മാത്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതില് ബിടെക്കാർക്കും എം ബി എക്കാർക്കും ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ബിടെക്കാർക്ക് ഏറ്റവും എന്താ പറയണ്ടേ കുറച്ച് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്ന സാധനമാണ് എഞ്ചിനീയറിംഗ് മാത്സ്. അതിന് അവിടെ 40 മാർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ മാനേജ്മെന്റുകാർക്ക് എന്താ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ സിമ്പിൾ ആയിട്ടുള്ള അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈസി ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അവർക്ക് അവിടുത്തെ 30 മാർക്ക് ഉണ്ട്. ഓക്കെ, അപ്പോ ഇതെന്താ രണ്ടുപേർക്കും മുന്നേന്ന് വെച്ചാൽ ഈ എം ബി എ കാരം എന്താ പഴയ സിലബസ് പ്രകാരം അധികം പഠിക്കാനൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഈ ഒരു സിലബസ് കാണുമ്പോൾ അവർ അവിടെ പഠിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ബിടെക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാം, ഈ ഒരു മാത്സിന്റെ റീജിയൻ എന്ത് ചെയ്യാം നിങ്ങൾ പക്ക തറ ആക്കുക. പിന്നെ എന്താ എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഒക്കെ, എഞ്ചിനീയറിംഗ് ഫിസിക്സും എഞ്ചിനീയറിംഗ് കെമിസ്ട്രി എന്താ ഈ ഇതിൽ നിന്ന് എന്താ 15 മാർക്ക് എന്ന് പറയുമ്പോൾ പിന്നെ ഈ മൊഡ്യൂൾ 1 5 മാർക്ക്. അതിന് എൽ ഇ ഡി ഒരു ഷുവർ ക്വസ്റ്റ്യൻ വരും, സോളാർ സെൽ ഒരു ഷുവർ ക്വസ്റ്റ്യൻ വരും, പിന്നെ ഫൈബർ ഓപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ ഒരു ഷുവർ ക്വസ്റ്റ്യൻ വരും അല്ലെ. അപ്പൊ ഈ ഒരു എന്താ പറയണ്ടേ ടേംസ് എന്താ ക്വസ്റ്റ്യൻസ് വരും. അതുപോലെ സെമി കണ്ടക്ടേഴ്സ് ഇൻട്രൻസിങ് എക്സ്ട്രൻസിങ് ഒരു ക്വസ്റ്റ്യൻ വരും അല്ലെ. സൂപ്പർ കണ്ടക്ടേഴ്സ് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഷുവർ ആയിട്ട് വരും. അതേപോലെ ആപ്ലിക്കേഷൻ ഓഫ് സൂപ്പർ കണ്ടക്ടേഴ്സ് വെച്ചിട്ടാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, പിന്നെന്താ ക്ലാസ് അക്കോസ്റ്റിക്സിന് 5 മാർക്കാണ് ഉള്ളത്. അപ്പൊ ഇതിൽ ഇവിടെ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഏരിയ എന്നുള്ള കാര്യം എനിക്ക് വലിയ ധാരണയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ എന്താ എന്നൊക്കെ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് എന്തായാലും വരുന്ന കാര്യങ്ങളാണ്. അതേപോലെ നിങ്ങൾ ഈ ഒരു കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസിൽ സിമെന്റിന്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് സിമെന്റും ഇൻഗ്രീഡിയൻസ് അതൊക്കെ നിങ്ങൾ എന്താ പഴയ സിലബസിൽ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ എന്ത് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. സിമെന്റ് എന്ന ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഷുവർ ആണ് കേട്ടോ. സിമെന്റ് എന്നൊരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അതേപോലെ പോളിമേഴ്സ് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. നാനോ മെറ്റീരിയൽസ് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ഓക്കെ, അതൊക്കെ എന്താ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ സ്പെക്ട്രോസ്കോപ്പി ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസ് 5 മാർക്ക് ഉണ്ട്. സ്പെക്ട്രോസ്കോപ്പി ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ഓക്കെ, പിന്നെ തെർമൽ അനാലിസിസ് ഒരു ക്വസ്റ്റ്യനും ഷുവർ ആണ്. പിന്നെ എൻവയോൺമെന്റ് പറയുമ്പോൾ വാട്ടർ പൊല്യൂഷനും എയർ പൊല്യൂഷനും ഷുവർ ആണ്. ഓക്കെ, അവിടെ നിന്നൊക്കെ ഈ വാട്ടർ ട്രീറ്റ്മെന്റ് ഒക്കെ എന്താ അധികം ചോദിച്ച് കാണുന്ന ഒരു ഏരിയാസ് ആണ്. ഈ എന്താ പറയണ്ടേ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ എക്സാം ഉണ്ടായിരുന്നു, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ECBയുടെ. അതിലൊക്കെ എന്താ അധികം അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ വാട്ടർ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ. അതിലൊക്കെ ക്വസ്റ്റ്യൻസ് ഷുവർ ആയിട്ട് കാണുന്നതാണ്. പിന്നെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അതിൽ നിന്ന് എന്താ 30 മാർക്കാണ് വെയിറ്റേജ് ഉള്ളത്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സും അതേപോലെ എഞ്ചിനീയറിംഗ് ഫിസിക്സും എഞ്ചിനീയറിംഗ് കെമിസ്ട്രി എന്താ ഒന്ന് തറവാക്കുക. അപ്പൊ തന്നെ എന്താ അവിടെ 70 മാർക്ക് അവിടെ വെയിറ്റേജ് ആയിട്ടുണ്ട്. ഓക്കെ, അവിടെ 70 മാർക്ക് വെയിറ്റേജ് ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ എന്താ ഈ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്താ അതൊക്കെ നിങ്ങൾക്ക് ആവുന്നൊക്കെ രീതിയിൽ എന്താ HR കാര്യങ്ങൾ അതേപോലെ മാർക്കറ്റ് മാനേജ്മെന്റ് ഒക്കെ പറ്റുന്ന രീതിയിൽ എന്താ നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഈ 70 മാർക്ക് എന്താ നിങ്ങൾ തറവാക്കുക എന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് ബിടെക്കാരെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയറിംഗ് ഫിസിക്സ് എഞ്ചിനീയറിംഗ് കെമിസ്ട്രി അതേപോലെ എന്താ മാത്സ് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് നിങ്ങൾ എന്താ കുറച്ച് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റുന്ന സാധനം മാത്രമേ അതിലുള്ളൂ. ഓക്കെ, അപ്പോ നിങ്ങൾ എന്താ ഈ ഒരു രീതിയിൽ ഒന്ന് സെറ്റ് ആക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ എന്താ കുറച്ചും കൂടി ഈസി ആയിട്ട് എന്താ പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോ ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളൂ. അപ്പോ നിങ്ങൾ എന്താ ഫസ്റ്റ് പ്രിഫറൻസ് മാത്സിന് തന്നെ കൊടുക്കുക. മാത്സ് പെട്ടെന്ന് എന്താ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നോക്കുക. പിന്നെ അതിന്റെ കൂടെ എന്താ എഞ്ചിനീയറിംഗ് ഫിസിക്സ് എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ട് തന്നെ എന്താ നിങ്ങൾ പഠിക്കുക. പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു കഴിഞ്ഞാൽ അത് അണ്ടർലൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക പഠിച്ചു എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്ത് തന്നെ പോവാം. അപ്പൊ ഇത് എല്ലാവരും എന്ത് ചെയ്യുക സീറോ എന്ന് തുടങ്ങി ഇതുവരെ പഠിച്ചവരും ഇനിയോട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നവരും. അപ്പോ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക അത്രയാണ്. എല്ലാവർക്കും ഇന്ന് തൊട്ട് അല്ലെങ്കിൽ നാളെ തൊട്ട് എന്ത് ചെയ്യുക പഠിച്ച് പഠിച്ച് എങ്ങനെ ഈ ഒരു 90 ദിവസം എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തായിരിക്കും റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോ കൂടുതലായിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് എന്ത് ചെയ്യുക കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോ
കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ്. ഓക്കെ, താങ്ക് യു.